ആ വാ വാ വാ. ആരൊക്കെയായത്? എത്ര നാളായി കണ്ടിട്ട്. വരണോന്ന് വിചാരിക്കും ചേച്ചി. ചേട്ടന് സമയം കിട്ടണ്ടേ? എപ്പോഴും ബിസിയാ. അതിന് ഞാൻ എപ്പോഴാണ് ബിസി? മൊമൻറ്റോട് അയ്യോ, പട്ടി കടിക്കുവോ ചേച്ചി? എനിക്ക് പേടിയാ. ഇങ്ങ് പോരെ. അവൻ തിന്നാൻ മാത്രമേ വാ തുറക്കൂ. നമുക്കൊരു ഉപദ്രവവും ഇല്ല, ഉപകാരവും ഇല്ല. വാ വാ വാ, കേറി വാ മക്കളെ. മോനങ്ങ് പൊക്കം വെച്ചല്ലോ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ാം ക്ലാസ്സിൽ. ആ കേറി വാ കേറി വാ. ഇരിക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചേട്ടൻ എവിടെ പോയി ചേച്ചി? ചേട്ടൻ ഇപ്പൊ വരും. പുല്ല് വെട്ടാൻ പോയിരിക്കുവാ. 1-2 പശുക്കളൊക്കെ ഉണ്ട് ഞങ്ങക്ക്. എന്താടാ മുഖത്തൊരു വൈക്ലപ്യം? വയറ്റിന്ന് പോയില്ലേ? ஆஹா, என்ன நாய்க்குட்டா, உங்க பொண்டாட்டி பக்கத்துன்னு உத கிடைச்சாச்சா അതാ കടി കിടച്ചാച്ചാ? നിങ്ങൾ അറിഞ്ഞില്ലേ? അവനെ ആ തള്ള നാണം കെടുത്തി വെച്ച്. അയ്യോ, അവല് പറയണ കേട്ടാ വേറെ വല്ല പട്ടിയായിരുന്നെങ്കിൽ ഈ പണിയും കളഞ്ഞ് താശിക്ക് പോയേനെ. ചിലപ്പോ കെട്ടി തൂങ്ങി ചത്തേനെ. എന്താടാ ഉണ്ടായത്? ഒരു വഴക്ക് പറഞ്ഞ? ആദ്യമായിട്ടൊന്നുമല്ല ഒരു വഴക്ക് പറഞ്ഞാൽ. ഓ, അവിടെ 2 വിരുന്നുകാര് വന്നു. അവർ ചോദിക്ക് ഇവൻ കടിക്കുവോന്ന്. അവര് കടിക്കൂലെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഇവൻ തിന്നാൻ മാത്രമേ വാ തുറക്കൂന്നും പറഞ്ഞു. തിന്നാൻ മാത്രമേ വാ തുറക്കൂന്ന് അവര് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഇവൻ നമ്മളോട് സംസാരിക്കാനും വാ തുറക്കും അല്ലേ? അയ്യോ, നീ ചൂടാകണ്ട, ഞാനൊരു തമാശ പറഞ്ഞതാടേ. ഓ, ഒരാള് ചമ്മി നാറി അടപ്പ് തെറിച്ചിരിക്കുമ്പോഴാണ് അന്നിന്റെ ഉണക്ക തമാശ. നീ കാര്യമാക്കണ്ടാ പട്ടി. അല്ലട പട്ടി, നിനക്കാ വന്നവൾക്കിട്ട് 2 കടി വെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്ന? അപ്പ അവരുടെ സൂക്കേട് തീർന്നേനെ. ഞാൻ കഞ്ഞിയും കുടിച്ച് 4 കാലം നടക്കണത് നിനക്കൊന്നും പിടിക്കണില്ലല്ലേ? രാമ്പട്ടിയാണെ അങ്ങനെയൊക്കെ ചിലപ്പോ ചെയ്തെന്നിരിക്കും. എന്റെ ആടെ അവരുടെ കയ്യിൽ തോർത്തുണ്ടായിരുന്നു, അതാണ് ഞാൻ കുരയ്ക്കാതിരുന്നത്. തോർത്തുണ്ടെങ്കിൽ നിനക്കെന്താടാ? തോർത്തിന്റെ അടി കിട്ടിയിട്ടില്ലല്ലേ? നല്ല വേദനയാ മോളെ, പുറം പൊളിയും. പിന്നെ അവര് തിന്നാനും തരില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ കിടന്നു. അവര് തന്നില്ലേരെന്താ, ആ ചെറുക്കൻ തരുവല്ലോ മൊത്തം മൊട്ടേ. ദേ പൂച്ചാലിപ്പണെ, കഴിഞ്ഞ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എന്റെ കടി വാങ്ങാൻ നിൽക്കണ്ട. പറഞ്ഞേക്കാം. ഏത് മുട്ട തിന്ന കാര്യം? അതൊന്നും ഇല്ലെന്നേ. ഇവിടുത്തെ ആ ചെറുക്കനുണ്ടല്ലോ, അവൻ കാടമുട്ട വാങ്ങി തിന്നാറുണ്ട്. ചിലപ്പോ ഒരു കഷ്ണം എനിക്കും തരും. ദേ ഇവക്കും കൊടുക്കാറുണ്ട് ഒരു കഷ്ണം. ஐயையோ, என்ன நாய்க்குட்டா, நீ இந்த வீடு விட்டு போகுமா? നീ എന്തിനാടാ വീട് വിട്ടു പോണത്? നീ ഇവിടെ തന്നെ നിക്കണം. അവരങ്ങനെ പലതും പറയും. നമുക്ക് നാണം ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അല്ലെ? നീ അവനെ കടിയാക്കി കൊല്ലാതടി. ഇവിടെ പട്ടി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നീ ഇവിടെ ഇരിക്കെ. നമുക്ക് ഇച്ചിരി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞങ്ങ് ഇരിച്ച. ഞാൻ ദ വാച്ച് ഡോഗ് പ്രതിജ്ഞ എടുക്കുന്നു, ആ തള്ളവന്നെന്റെ കാലിൽ പിടിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരു സാധനവും തിന്നില്ല. അവരുടെ ഒരു സാധനങ്ങളും സൂക്ഷിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. ഞങ്ങളെയും നിങ്ങളെ അവരവരെ തന്നെ നോക്കിയാൽ മതി. പട്ടിയാണെന്ന് വെച്ച് ഞാനും അന്തസ്സുള്ള തറവാട്ടിൽ തന്നെ ജനിച്ചത്. ஏந்திரடி, பின்னாக்கு வந்தாச்சு. വന്നല്ലോ. இவன் நம்ம பின்னாக்கு எதுக்காக பாக்குறேன்? கடவுளே, நம்ம வயருக்கு ஏதாவது பிரச்சனை வருங்களா? പിന്നാക്കൊന്നും ആവും തെങ്ങത്തില്ല. ഇനി രാവിലെ മുതൽ തിന്നാതെ വിശന്നിരിക്കുമ്പോ എങ്ങാനും കൊതി കിട്ടുവോ? கடவுளே காப்பாத்தனே. നീ കണ്ണടച്ചു കുളിച്ചോ, കൊതി കിട്ടത്തില്ല. ഇത്തിരി പിണ്ണാക്ക് വേണേ താഴെ കളഞ്ഞോ, കൊതിയും മാറിക്കിട്ടും. எதுக்கு பின்னாக்கு களையணும்? கண்ணு மூடித்தான் குடிക്കാം. கடவுளே, கொதி வராதுங்கோ. എടാ പട്ടി, വെള്ളം വല്ലതും വേണോ നിനക്ക്? അല്ല വിശന്നിരിക്കുവല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ പിണ്ണാക്ക് നീ തിന്നാത്തോണ്ടാ കേട്ടോ തരാതിരുന്നത്. കുല്ലുംബൈക്കോലൊന്നും വേണ്ടല്ലോ അല്ലേ? ഞാൻ പട്ടിയാണ്, പട്ടി. നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞ പട്ടി. എനിക്കേ വാക്കും തന്തയും ഒന്നേ ഉള്ളു. അത് തീറ്റ കാണുമ്പോൾ മാറ്റി പറയാറില്ല. കേട്ടല്ല, ശരീരത്തിൽ ഇത്തിരി രോഗം കുറവുണ്ടെന്നേ ഉള്ളു. അന്തസ്സിന് ഒരു കുറവുമില്ല എനിക്കൊന്നും. ஆடு,
நம்ம நாய்க்குட்டன் எங்க போயாச்சு? ഇനി വല്ല ആത്മഹത്യ മറ്റോ? ഓ എന്റെ നെഗറ്റീവ് വെകളി, പ്ലീസ് വല്ലപ്പോഴെങ്കിലും ഒരു നല്ല ചിന്ത ആ തലേത് വരട്ടെ. അല്ല, അവൻ കുറെ നേരം ആയില്ലടി ഫുഡൊക്കെ കഴിച്ചിട്ട്. വിശന്നിട്ട് വല്ലോ കടുങ്കയ്യും ചെയ്താലോ നോർത്തിട്ടാ. ஏய் பூச்சா, நம்ம நாய்க்குட்டனை பார்த்தாச்சா? ആ ഇവിടെ ഉണ്ട് ദേ വന്ന് കണ്ടു. അല്ലേ, പ്രതിജ്ഞയൊക്കെ പാസ്സാക്കിയിരുന്നില്ല. ഒറ്റത്തന്തെന്ന ഒറ്റ വാക്കെന്ന ഒക്കെ പറയണ കേട്ടല്ലോ. എന്നാ തന്തയുടെ എണ്ണം കൂടിയോ? അവനങ്ങ് കളിയാക്കി കൊല്ലാതടി. വാക്കല്ലാതെ പിന്നെ നാക്കെടുത്ത് മാറ്റാൻ പറ്റുമോ? ഇല്ലടാ പട്ടിക്കുട്ടാ. ആ അതെ 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 അതെ, ആരും കൂടുതൽ ആള് കളിക്കണ്ട കേട്ടോ. ശരിക്കും വിശന്ന ചിലപ്പോ വാക്കും തന്തയൊക്കെ മാറിയെന്ന് വരും. അതൊക്കെ ഞങ്ങളുടെ ശുനക ഗ്രന്ഥത്തിലുണ്ട്, അതൊക്കെ മാറ്റാം. മാത്രമല്ല, ഞാൻ ആ തള്ളയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കില്ലെന്നല്ലേ പറഞ്ഞത്. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. അപ്പൊ അതാരിട്ടത് ആ ചോറ്? അത് ഞാൻ കണ്ടില്ല. ഞാൻ കാണാത്തിടത്തോളം എന്റെ ശബദമായി തന്നെ തുടരും. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ്? നിന്റെയൊക്കെ വയറ് നിറഞ്ഞില്ലേ? പോയി തൊഴിച്ച് പോയി റെസ്റ്റ് എടുത്തേ. പോയിക്കെ എന്നെ ഉപദേശിക്കാൻ വന്നേക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കണം?